ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡ് സ്പെഷ്യൽ കുക്കിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ വേറെ 2 നല്ല റെസിപ്പീസും ഉണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 12 പീസ് ചിക്കൻ ഡ്രം സ്റ്റിക്സ്, ചിക്കൻ്റെ കാല് മാത്രമായിട്ട് ഫ്രഷ് ടു ഹോമിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്കൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു വെക്കാം. മസാല പുരട്ടി വെക്കുമ്പോൾ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനായിട്ട്. എല്ലാ കഷ്ണങ്ങളും അതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകി ഒരു 5 മിനിറ്റ് ഇത് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ട് മസാല പുരട്ടി വെക്കാനായിട്ട്. അപ്പം ഞാനൊരു സ്ട്രെയിനറിലോട്ട് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 അല്ലി വെളുത്തുള്ളി വരും കേട്ടോ. 12 പീസ് ചിക്കൻ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന എത്ര ചിക്കൻ പീസ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പെരിഞ്ജീരകം ഇതുപോലെ ഫുള്ളായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല പൊടി ആയാലും മതി. അപ്പോൾ ഞാനൊരു 3.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർക്കാണ്. പെരിഞ്ജീരകം അതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ ഫ്ലേവർ കേട്ടോ. ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അധികം എരിവ് കാണത്തില്ല, നല്ല കളറും ഉണ്ടാവും. പിന്നെ ഇതിനൊരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റായിട്ട് അരയ്ക്കുക. ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാൻ പറ്റുന്ന ഇച്ചിരി തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കണം. വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അരയ്ക്കണം കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളൊരു അരപ്പായിരിക്കണം. ഇത് വലിയൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കണം. അപ്പോൾ അതിന് പാകത്തിനുള്ള വലിയൊരു ബൗളിലോട്ട് അരപ്പ് മാറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിക്കുകയാണ് കേട്ടോ. വിനീഗറിന് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ യൂസ് ചെയ്യാവേ. എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനീഗർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, പീസുകളിട്ട് ഇതിനകത്ത് ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ അരപ്പ് പുരട്ടി നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ല ചെയ്യുന്നത് കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്യും, ഒന്ന് ആവിയിൽ വേവിച്ചിട്ടാണ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരപ്പ് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിക്കനിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം, എന്നാലേ അത് നന്നായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മസാല പുരട്ടി വെച്ചു. ഇനി മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ ചിക്കനിലോട്ട് നല്ലപോലെ ആ മസാല പിടിക്കത്തുള്ളൂ. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ 2 മണിക്കൂറാണ് വെക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചാൽ മതി കേട്ടോ, ഫ്രീസ് ചെയ്യേണ്ട. 2 മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ ഇനി ഒന്ന് ആവിയിൽ വേവിക്കണം. അപ്പോൾ അതിനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തിളച്ച് വരണം. ചിക്കൻ ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ആവിയിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എണ്ണ അത്രയും കുറച്ച് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. വളരെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഒരു തട്ട് വെച്ച് അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ വെച്ചാൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് ആണ് നമ്മൾ സ്റ്റീം ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ സമയം വേവിക്കാൻ പാടില്ല. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യണം. ഒത്തിരി സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കനിലുള്ള ജ്യൂസ് എല്ലാം പോവും. അതുപോലെ അത് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് ആ എല്ലിന്ന് ഇങ്ങനെ ഫ്ലഷ് എല്ലാം ഇളക്കി പോരുന്ന ഒരു സ്റ്റേജ് ആയിപ്പോവും. അത് പാടില്ല. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യണം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര എണ്ണയിൽ തന്നെ എല്ലാ പീസ് ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ പീസുകൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ട് ചിക്കൻ.
അപ്പം എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് ബാക്കിയും കൂടെ ഒന്ന് വേവണം, അത്രേ ഉള്ളൂ. കുറച്ച് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഉള്ളു വേവോന്നൊരു സംശയമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അത്രയും സമയം നമ്മളിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാനിട്ടത് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നേക്കാളും എളുപ്പമാണ്, എണ്ണയും കുറച്ച് മതി. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാനൊരു മയണൈസും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് പലരും ചോദിക്കുന്നതാണ് മയണൈസ് റെസിപ്പി. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചമുട്ട ചേർത്ത് എണ്ണ ഒഴിച്ചിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാറേ ഇല്ല, ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് ഒന്നാമത് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, പിന്നെ അത് ഒത്തിരി അൺഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പച്ചമുട്ടയും അതുപോലെ നമ്മളൊന്ന് ചൂടാക്കുക പോലും ചെയ്യാത്ത ഒത്തിരി എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീട്ടിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസ് റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ആ മയണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 20-25 കാഷ്യൂനട്ട് ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. നല്ല വെള്ളം എടുക്കണേ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ യൂസ് ചെയ്യുക. കാരണം ഇതും കൂടി ചേർത്തിട്ടാണ്, ആ വെള്ളം കൂടി ചേർത്താണ് നമ്മൾ അരച്ചൊക്കെ എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. വെള്ളം ഒരുപാടുണ്ടെങ്കിൽ കുറച്ചങ്ങ് കളയണം, കാരണം ഇത് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടാണ് അരയ്ക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. വലിയ വെളുത്തുള്ളിയൊക്കെ ഒരെണ്ണം ചേർത്താൽ മതി, പക്ഷെ ഒഴിവാക്കരുത്, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണം. അപ്പം ഞാൻ 2 ചെറിയ അല്ലിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, കുറച്ച് വിനീഗറിന് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ എടുക്കാം, കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ വിനീഗർ ചേർക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റാണ് നല്ലത്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിക്കാം. ഈ വൈറ്റ് വിനീഗറിന് പകരം ആപ്പിൾ സൈഡർ വിനീഗർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. ഇനി കുറച്ച് ഉപ്പ്, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഈ കാഷ്യൂ നട്ട്സിൻ്റെ ഒരു മധുരം ഉണ്ടാവും ചെറുതായിട്ട്, എന്നാലും അല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടി നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. അറിയാലോ മയണൈസിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, ആ രീതിയിൽ ഇതുപോലെ അരച്ചെടുക്കാം. ഇത് കാണുമ്പം സാധാരണ ഒരു മയണൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് സംശയം തോന്നാല്ലേ. എനിക്കും ആ ഒരു ഡൗട്ടോട് കൂടി തന്നെയാണ് ഞാനും ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഒരു തവണ ഈ രീതിയിൽ മയണൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുട്ടയും എണ്ണയൊന്നും ചേർത്ത മയണൈസ് നിങ്ങൾ ഉണ്ടാക്കില്ല. അതുപോലെ ടേസ്റ്റിയാണ്. ഹെൽത്തി ആണെങ്കിലും ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് മയണൈസ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ മയണൈസ് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഷവർമ, ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ മന്തിയുടെ കൂടെ കഴിക്കാനോ എല്ലാത്തിൻ്റെയും കൂടെ ഈ മയണൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, ഹെൽത്തി അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചിക്കനും എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ട സമയത്ത് തന്നെ ഞാൻ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം കൂടി മിക്സ് ചെയ്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരോ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. ഈ സാധാരണ ഒരു ചിക്കൻ ഫ്രൈയുടെ കൂടെ ആയപ്പോലും ഈ ഈ ഒരു മയണൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. ഈ 2 റെസിപ്പീസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫ്രൈഡേ വൈകുന്നേരം അല്ലേ, അപ്പോൾ മിക്കവാറും ഫ്രൈഡേസും രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നൊരു സിനിമ കാണും. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മൈക്രോവേവ് പോപ്കോൺ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ച് ഉണ്ടാക്കാറില്ല കേട്ടോ, സാധാരണ പാനിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും ഇതുപോലെ പോപ്കോൺ മൈക്രോവേവിൽ ചെയ്യുന്നവരായിരിക്കാം. ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ തന്നെ മൈക്രോവേവിൽ വെച്ച് നമ്മൾ പോപ്പ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. പുറമേ കാണുമ്പോൾ ഇതൊരു പേപ്പർ കവർ പോലെ തോന്നും, പക്ഷേ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും അതിനകത്ത് പ്ലാസ്റ്റിക് ആണ്. കണ്ടോ, പുറമേ ഒരു പേപ്പർ ആണെങ്കിലും ഉള്ളിലൊരു പ്ലാസ്റ്റിക് ലെയർ ഉണ്ട്. ഇത് ഞാനും
പണ്ട് മൈക്രോവേവിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ആർട്ടിക്കിളിലാണ് ഇതുപോലെ ഞാൻ വായിച്ചത് ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ആണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ എപ്പോഴും ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിലും നല്ലതെന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള കോൺ വാങ്ങിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാ കടകളിലും അത് കിട്ടാറില്ല. കൂടുതലും ഈ മൈക്രോവേവ് പോപ്കോൺ ആണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള കോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ചെറുതായിട്ട് ഒരു ബട്ടർ പോലൊരു സാധനം അവർ കോട്ട് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് അത്ര ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വല്ലപ്പോഴുമെങ്കിലും നമ്മളിങ്ങനെ പോപ്കോൺ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാക്സിമം മൈക്രോവേവ് യൂസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കോൺ വാങ്ങിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇത് ശരിക്കും പാനിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ബട്ടർ പോപ്കോൺ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ പോപ്കോൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പും കുറച്ചും കൂടി വരും കേട്ടോ. കറക്റ്റ് ഒരു അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ആ ബട്ടറിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബട്ടറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാണ്. ആ ബട്ടറിൽ ഉപ്പുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇടുന്നത് നല്ലതാണ്. ഉപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് ചൂടാവുമ്പം പതുക്കെ ഇത് പൊട്ടാൻ തുടങ്ങും. ഓരോന്നോരോന്നായിട്ട് പൊട്ടി തുടങ്ങും. ബട്ടർ കരിഞ്ഞു പോകരുത്. കണ്ടോ, ഇപ്പം ചെറുതായിട്ട് പോപ്കോൺ പൊട്ടി തുടങ്ങി. ഉടനെ തന്നെ ഇത് അടച്ചു വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. തീ കൂട്ടി വെക്കല്. അപ്പം ബട്ടർ താഴെ കരിഞ്ഞ് പോവും. അപ്പോൾ പെട്ടെന്ന് ഇത് പൊട്ടും. കുറച്ച് സമയം കഴിയുമ്പം ഏകദേശം എല്ലാം കഴിയുമ്പോൾ ആ ഒരു പൊട്ടുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയും. അല്ലേ, 1-2 എണ്ണം ഇടയ്ക്ക് മാത്രം ഇങ്ങനെ പോപ്പ് ചെയ്യും. ആ സമയത്ത് വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇടയ്ക്ക് മാത്രമാണ് ഓരോന്ന് പൊട്ടുന്നത്. ആ സമയത്ത് വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. ഇനി ഒരുപാട് സമയം വെക്കരുത്, താഴെ കരിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പോപ്കോൺ റെഡി. നമ്മൾ സാധാരണ ഈ തിയേറ്ററിലൊക്കെ കിട്ടുന്ന പോപ്കോൺ ഇല്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കാരമൽ പോപ്കോണോ മസാല പോപ്കോണോ ചീസ് പോപ്കോണോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. റെസിപ്പീസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.